ഗൈസ് ഇന്നലെ ഞാൻ ഇൻസ്റ്റയിൽ നോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു സോങ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു സോങ് ഇങ്ങനെ എന്റെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്ത് നിന്നു. അപ്പോ അത് എന്താ എന്ന് ഞാൻ പ്ലേ ചെയ്ത് നോക്കിയപ്പോ ഗൈസ് എനിക്ക് അറിയില്ല, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് സോങ് കേൾക്കുന്നത്, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഇത് ഏതിലെ സോങ് ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ കയറി നോക്കി. അപ്പൊ ഇതാ കിടക്കുന്നു മസ്റ്റ് ടേക്ക് ദ പ്ലേ ബോയ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സീരീസിന്റെ സോങ് ആയിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു ഇത് പുതിയ മൂവിയുടെ ഒക്കെ സോങ് ആയിരിക്കും എന്ന് കരുതിയാണ് യൂട്യൂബിൽ കയറി ഞാൻ നോക്കിയത്. അപ്പൊ അതിന്റെ നെയിം വന്നിട്ട് മസ്റ്റ് ടേക്ക് ദ പ്ലേ ബോയ്. കേട്ടപ്പോ എനിക്ക് ഈ ഒരു സീരീസ് ഇഷ്ടപ്പെടാൻ എന്താ സാധ്യതയില്ല. ഇത് കൊള്ളായിരിക്കുമോ? ഞാൻ എന്താ ഇൻസ്റ്റയിൽ പിന്നെ നോക്കിയപ്പോ എന്റെ ഫീഡ് മുഴുവൻ ഇത് കണ്ടിട്ട് റിവ്യൂസ് പറയുന്നതാണ് ഞാൻ കണ്ടത് ഗൈസ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു മസ്റ്റ് വാച്ച് ആണ്, മസ്റ്റ് വാച്ച് ആണ്. ഇതിന്റെ ഇൻട്രോ സോങ് പോലെ ആരും സ്കിപ്പ് ചെയ്യത്തില്ല, അമ്മാതിരി അടിപൊളിയാണെന്ന്. ഞാൻ ഈ കേട്ടത് ഇതിന്റെ ഇൻട്രോ സോങ് ആയിരുന്നു. ഈ സോങ്ങിന്റെ കാര്യം പറയുവാണെങ്കിൽ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീല് തോന്നുന്നുണ്ട്. ഇപ്പൊ മൈൻഡിൽ എപ്പോഴും ആ ഒരു സോങ് വന്നുകൊണ്ടിരിക്കുവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സോങ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവരൊക്കെ ഈ ഹൈപ്പ് കൊടുക്കുന്നതിന്റെ അത്ര സംഭവം ഇതിനകത്ത് കാണത്തില്ല എന്നാണ്. ബട്ട് റിയലി ഞാൻ അഡിക്റ്റഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. യൂട്യൂബില് ഇതിന്റെ 7 പാർട്ടായിട്ടാണ്, എപ്പിസോഡ്സ് ആയിട്ടല്ല, ഇതിന്റെ 7 പാർട്സ് ആയിട്ടാണ് അവര് ഇട്ടിരിക്കുന്നത്. അതുവരെ ഞാൻ ഇന്നലെ കണ്ടു. ഉച്ചയ്ക്ക് ശേഷം ഈ സോങ് കേട്ടിട്ടാണ് ഞാൻ ഇത് കണ്ടു തുടങ്ങിയത്. രാത്രിയായി, ഒരു 7 പാട്ട് കണ്ടു തീർന്നപ്പോ രാത്രിയായി. എന്നിട്ട് ഞാൻ ഒരു 8 മണിയൊക്കെ ആവുമെന്ന് തോന്നുന്നു, 9 മണി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇതിന്റെ ബാലൻസ് നോക്കിയപ്പോൾ മീ വാച്ച് ആപ്പ് എന്ന് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മീ വാച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്താ ഒരു 3:45, ഇന്ന് രാവിലെ 3:45 വരെ ഞാൻ ആ സീരീസ് കണ്ടുകൊണ്ടിരുന്ന സംഭവം. ഞാൻ ഇങ്ങനെ കാണുന്ന ഒരു വ്യക്തിയല്ല, ഞാൻ ഉറങ്ങിപ്പോകുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഇത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോ കെ ഡ്രാമ കാണുന്ന ഏതൊരാൾക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ കെ ഡ്രാമ കാണുന്ന ഒരാളാണ്, അപ്പോൾ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പ്ലോട്ട്സ് ആയാലും ലൈക്ക് കെ ഡ്രാമയിലെ പോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ്സ് ആയാലും നമുക്ക് അങ്ങനെ തോന്നും, കാരണം ഇതൊരു സിംഗപ്പൂരിയൻ തമിഴ് സീരീസ് ആണ്. ഈ ഒരു സീരീസിന്റെ ബ്രില്യൻസ് എന്ന് പറയുവാണെങ്കിൽ, സംഭവം നമുക്ക് ഇത് കണ്ടിട്ട് ഒരാളെടുത്ത് സ്റ്റോറി പറഞ്ഞ് ഞെട്ടിക്കാമെന്ന് വിചാരിച്ചിരിക്കണ്ട. കാരണം ഇത് കേൾക്കുന്ന ആൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇവരത് നേരിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കണ്ട് തന്നെ കഥ മനസ്സിലാക്കേണ്ട ഒന്നാണ്. പിന്നെ ഈ ട്രയാങ്കിൾ ലവ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. സംഭവം ഈ സീരീസിൽ നോക്കിയിട്ട് ഇത് എനിക്ക് ട്രയാങ്കിൾ ആണോ റെക്ടാങ്കിൾ ആണോ എന്നൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ കൊള്ളാം.